ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ആമ്പൽ നടുന്ന വീഡിയോ ആയാലോ? അപ്പോൾ ഇതുവരെയും ആമ്പൽ നടാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ കേട്ടോ. എങ്ങനെയാണ് അത് നടുന്ന രീതി എന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ആമ്പൽ നടാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് പൂ വരാത്ത ട്യൂബറിന്നുണ്ടായ ഒരുപാട് തൈകളുണ്ട്. അപ്പോൾ അതൊക്കെ നട്ടു വയ്ക്കാം. ഇത്ര മാത്രമേ ഞാൻ എല്ലുപൊടി ഇടുന്നുള്ളൂ. ഇത് വലിയ പാത്രമാണ്. ആമ്പലിന് നമുക്ക് കുറച്ച് മാത്രം എല്ലുപൊടി മതി കേട്ടോ. ഇത്ര മാത്രമാണ് വേണ്ട. താമരയ്ക്ക് വേണ്ട. താമരയ്ക്ക് ഉള്ള പോലെ അത്രയും വേണ്ട കേട്ടോ. ഇവിടെ 3 മമ്പട്ടി ഫ്രീ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ താമര നടാന്ന് വിചാരിച്ചു. എന്നെ കൊണ്ട് വയ്യ, ഒരു പാത്രം പോലും ഞാൻ ബാക്കി വെക്കില്ല കേട്ടോ. 2 ചട്ടികളുണ്ട്, അതിലും കൂടി സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലുപൊടി ഇട്ടു. ഇനി നമ്മളിതിലേക്ക് ചാണകപ്പൊടിയാണ് കേട്ടോ ഇടുന്നത്. ഇത്രേ ഇടുന്നുള്ളൂ. ആമ്പലിന് വളങ്ങളെല്ലാം ഒത്തിരി ഒന്നും വേണ്ട കേട്ടോ, കുറച്ച് വളങ്ങൾ മതി. ആയിട്ട് ഞങ്ങളിവിടെ ഉപയോഗിക്കുന്ന മണ്ണ് എന്ന് പറയുന്നത് കല്ല് മുറിക്കുന്ന പണയുടെ മണ്ണാണ് കേട്ടോ. എനിക്കിവിടെ എൻ്റെ പറമ്പിലുള്ള മണ്ണെന്ന് പറയുമ്പോൾ ഭയങ്കര കല്ലോട് കൂടിയതാ. അത് നമുക്കിതിൽ സെറ്റ് ആവൂല, റണ്ണർ ഓടാനൊന്നും പറ്റില്ല. ഇത് ഫ്രീ ആയിട്ട് കിട്ടിയല്ല കേട്ടോ, നേരത്തെ കോരി എടുത്തതിൻ്റെയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഇരിക്കും, നല്ല പൊടിഞ്ഞത്. ചെറിയ കല്ലുകളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് കുഴപ്പമില്ല. ആമ്പലിനാകുമ്പോൾ നമ്മൾ പഴയ മണ്ണ് സെറ്റാക്കരുത്, വളം കുറച്ച് മാത്രം മതി ആമ്പലിനാകുമ്പോൾ. അതുകൊണ്ട് തന്നെ പുതിയ മണ്ണ് തന്നെ ഇട്ട് നടാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ ഒരു ടബ് സെറ്റായിരിക്കുന്നു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ആമ്പൽ നടാം. ഇത് നമ്മൾ ആമ്പലിൻ്റെ കിഴങ്ങ് അത് വെള്ളത്തിലിട്ടിട്ട് സ്പ്രൗട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. ഇങ്ങനെ വേരൊക്കെ വന്നതിന് ശേഷം നമുക്ക് മാറ്റി നടാവുന്നതാണ്. ഇതാണ് ഇപ്പം നമ്മൾ നട്ടു വയ്ക്കാൻ പോകുന്നത്. ഇത് കണ്ടോ, ആമ്പലിൻ്റെ കിഴങ്ങ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഒന്നിൽ കൂടുതൽ മുളകളുണ്ട് കേട്ടോ. ഇതൊന്ന് വലിയ പ്ലാന്റാണ്. അതല്ലാതെ ഇവിടെ ഒരു മുളയുണ്ട്. ഇതൊരു ബേബി പ്ലാന്റാണ്. അതേപോലെ ഇവിടെ ഒരു ബേബി പ്ലാന്റും കൂടി വരുന്നുണ്ട്. പുതിയതായിട്ട് വരുന്ന മുളകൾ നമുക്ക് ഒത്തിരി അടിയിൽ പോവണ്ട കേട്ടോ. ഇത് വരാൻ വേണ്ടിയിട്ട്, മേലെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാവും. നമ്മൾ ഈ വേരും ഈ കിഴങ്ങും ഇങ്ങനെ മുളച്ച് വരുന്ന ഭാഗം മേലെ കാണുന്ന പോലെയാണ് നമ്മൾ സെറ്റാക്കി വെക്കുന്നത്. ഇനിയിപ്പോൾ വെള്ളം നിറയ്ക്കുമ്പോഴേക്കും ഒത്തിരി അടിയിൽ പോയി കഴിഞ്ഞാൽ വെള്ളം നിറയ്ക്കുമ്പോഴേക്കും മണ്ണൊക്കെ നടുഭാഗത്ത് ഇങ്ങനെ താഴ്ന്നു പോകും. അപ്പോഴത്തേക്കും നമ്മുടെ സ്പ്രൗട്ടായി വരുന്ന സംഭവങ്ങൾ നമുക്ക് മണ്ണിൻ്റെ അടിയിലായിട്ട് വരാതെ ആവും കേട്ടോ. ഇതും അതുപോലെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് സ്പ്രൗട്ട് ചെയ്തിട്ട് ഇവിടെ മേൽഭാഗത്തായിട്ട് ഒരു സ്പ്രൗട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതാ ഇവിടെ കാണാവോ, പുതിയ ഇല വരുന്നുണ്ട്. ഇത് പുതിയ മുളപ്പാണ് കേട്ടോ. അപ്പം ഇത് നമുക്ക് ചരിച്ച് വെച്ച് കൊടുക്കാം. ഇവിടെയൊക്കെ മുളപ്പ് വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആമ്പൽ നടാൻ ഇങ്ങനെ ഇത്രയും പ്ലാനഡ് ആയിട്ടൊന്നും വേണമെന്നില്ല കേട്ടോ. കാര്യം ഇത് ട്യൂബർ പ്ലാന്റ് ആണ്. ട്യൂബർ പ്ലാന്റ് നടുമ്പോൾ മാത്രമാണ് നമ്മളത് ചെറിയ മുളപ്പൊക്കെ ആയിരിക്കും. അത് മേലെ നിൽക്കാൻ കുറച്ച് പാടാണ്, മേലെ നിർത്താൻ കുറച്ച് പാടാണ്. ചിലപ്പോൾ നമ്മളിങ്ങനെ കുറച്ചും കൂടി കുഴിച്ചിട്ട് അടിയിലോട്ടാണ് ഇത് പോകുന്നതെങ്കിൽ, മുളച്ച് വരുന്ന ഭാഗം മണ്ണിൻ്റെ ഒത്തിരി അടിയിലോട്ടാണ് പോകുന്നത് എങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും പിന്നെയും അതൊന്ന് താഴ്ന്നു പോകും. അപ്പോഴാണ് നമുക്കൊരു എന്താ പറയുക, മണ്ണിൻ്റെ അടിയിലായി കഴിഞ്ഞാൽ കിളുത്ത് വരുന്ന ഇലയൊക്കെ അവിടെ തന്നെ നിന്ന് കരിഞ്ഞ് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആമ്പൽ നടുമ്പം നല്ല
എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഫ്ലവറിങ് പ്ലാന്റ് നമ്മൾ നടുമ്പോഴാണ്. അതാകുമ്പോൾ നമുക്ക് മൊട്ടും ഇലകളൊക്കെ നല്ല വളർച്ച എത്തിയ പ്ലാന്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് നടാൻ വലിയ പാടൊന്നുമില്ല. അപ്പോൾ നമ്മളെല്ലാം പഠിച്ചിരിക്കണമല്ലോ. ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊരു ആമ്പൽ മേടിച്ചിട്ട് അത് ഫ്ലവറിങ് ആയിട്ട് അത് കഴിഞ്ഞ് ഇലയിൽ നിന്ന് തയ്യാവണതല്ലാതെ നമ്മുടെ ട്യൂബർ പ്ലാന്റ് ആണ് ആവുന്ന വെറൈറ്റി ആണെങ്കിൽ നമ്മളതും കൂടി പഠിച്ചിരിക്കണ്ടേ. ട്യൂബറിൽ നിന്ന് പുതിയ ബേബി പ്ലാന്റ് വന്നിട്ട് അതെങ്ങനെയാണ് നട്ടുവയ്ക്കുക എന്നുള്ളതും കൂടി നമ്മൾ പഠിച്ചിരിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പം നമുക്കിനി ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. അതുപോലെ താമര നട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ വെള്ളം ഒഴിക്കേണ്ടത്. കുത്തി ഒഴിക്കാതെ കൈ വെച്ചിട്ട് അങ്ങനെ ഒഴിച്ചാൽ മതി. പിന്നെ ഇപ്പോൾ വെള്ളം ഇനി വറ്റുന്ന ടൈമായിരിക്കും. അപ്പോൾ ഒത്തിരി വറ്റാനൊന്നും വിടാതിരിക്കുക. വെള്ളമില്ലെങ്കിൽ അവിടെ തന്നെ നിന്ന്, അത് താമരയാണെങ്കിലും ആമ്പലാണെങ്കിലും വെള്ളം പാത്രത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതവിടെ ഇതാവും, ട്യൂബറാവും കേട്ടോ. നല്ല വെള്ളമൊക്കെ വേണം. അപ്പോൾ നമ്മൾ ഇതിനേക്കാൾ മുന്നേ ചീരയുടെ ചെടി നടുന്നത് അല്ലെങ്കിൽ മാറ്റി നടുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരൊന്ന് പോയി കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ അപ്ഡേറ്റൊക്കെ ഇനി വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റും കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.